ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള PSC നവംബർ മാസത്തിൽ വിളിച്ച പ്രധാനപ്പെട്ട ചില തസ്തികകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും SSLC മുതൽ +2, ഡിഗ്രി, PG ഉൾപ്പെടെ വിവിധ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഏകദേശം 55ഓളം തസ്തികകളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ തസ്തികയും കൃത്യമായിട്ട് പരിശോധിച്ച് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തണം. അപ്പോൾ ഒന്നാമതായിട്ട് PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന 55ഓളം തസ്തികകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകൾ നോക്കാം. ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ SSLC യോഗ്യതയുള്ള മിനിമം SSLC മുതൽ വിവിധ ഹയർ ലെവൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പല തസ്തികകളും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് നോക്കിയിട്ട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനിയും PSCയുടെ ഭാഗത്ത് നിന്ന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓരോ ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ് വൈഡ് ഫസ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് വൈഡിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകൾ ഒന്നാമതായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് വൈഡിൽ പ്രധാനമായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലാണ്. ഇപ്പോൾ നിലവിൽ കോളേജ് ലെവൽ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ട് ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികകളാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു ക്വാളിഫിക്കേഷനിൽ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കോളേജ് പ്രൊഫസറായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 2-3 പോസ്റ്റുകൾ ഇതിലുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഇനി അതേപോലെ പ്രധാനപ്പെട്ട മൂന്നാമത്തേതാണ് ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ. അപ്പോൾ ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജറിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഓരോന്നും ഉദ്യോഗാർത്ഥികൾ എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ കേരള വാട്ടർ അതോറിറ്റിയിലാണ് വിളിച്ചിട്ടുള്ളത്. 83,000 മുതൽ 1,35,700 വരെ സാലറിയുള്ള പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. 18 മുതൽ 36 വരെ വയസ്സുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുന്ന കാര്യം അസോസിയേറ്റ് മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പറയുന്ന ICAയിൽ മെമ്പർഷിപ്പുള്ള അക്കൗണ്ട്സ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ്. അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ രീതിയിൽ ICAയിൽ മെമ്പർഷിപ്പുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ അക്കൗണ്ട്സ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറയുന്ന തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 83,000 മുതൽ 1,35,700 വരെ സാലറിയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ മാനേജർ, അത് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിലുള്ള മാനേജർ തസ്തികയിലോട്ടും ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് പ്രധാനപ്പെട്ട സാലറി 60,340 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഇനി ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി മാനേജറാണ്. അതായത് M.Tech ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഇനി അല്ലെങ്കിൽ MSc ഇൻ ഡയറി കെമിസ്ട്രി, മൈക്രോബയോളജി അല്ലെങ്കിൽ ഡയറി ക്വാളിറ്റി കൺട്രോൾ. അതേപോലെ തന്നെ 8 years എക്സ്പീരിയൻസ് ഇൻ മാനേജീരിയൽ, അതായത് 8 വർഷത്തെ എക്സ്പീരിയൻസും ഈ പറയുന്ന തസ്തികയിലോട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജർ ക്വാളിറ്റി കൺട്രോളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനും ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്താണ് വെൽഫെയർ ഓഫീസ്. അപ്പോൾ വെൽഫെയർ ഓഫീസ് ഗ്രേഡ് 2 ഈ ഒരു തസ്തികയിൽ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ വെൽഫെയർ ഓഫീസ് പ്രധാനമായിട്ടും 55,200 മുതൽ 1,15,300 വരെയാണ് ഇതിൻ്റെ സാലറി പാക്കേജ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ജസ്റ്റ് സോഷ്യൽ വർക്കിൽ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡിഗ്രി ഇൻ ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, ഇനി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ PG ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം. അപ്പോൾ മലയാളത്തിൽ എഴുതാനും വായിക്കാനും അറിയണം. അതേപോലെ തന്നെ ഈ സോഷ്യൽ വർക്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് വെൽഫെയർ ഓഫീസ്. ഓക്കെ, ഇനി അതിൽ ഡെൻ്റൽ അസിസ്റ്റൻറ്റ് സർജൻ. അപ്പോൾ ഈ ഡെൻ്റൽ കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഹെൽത്ത് മേഖലയിൽ. ഇനി അതുപോലെ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രഫി. അപ്പോൾ അതുപോലെ സ്റ്റെനോഗ്രഫി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയാണ് ഇൻസ്ട്രക്ടർ. അപ്പോൾ അതിന് ശ്രദ്ധിക്കുന്ന കാര്യം പ്രത്യേകമായി സ്റ്റെനോഗ്രഫി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ നോർമലായിട്ടുള്ള മറ്റൊരു തസ്തികയാണ് സ്റ്റോർ കീപ്പർ. അപ്പോൾ 377/2024 സ്റ്റോർ കീപ്പർ. നോർമൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് സ്റ്റോർ കീപ്പർ. അപ്പോൾ അതിൻ്റെ സാലറി 19,000 മുതൽ 43,600 വരെയാണ്. അതിൻ്റെ വേക്കൻസി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വേക്കൻസിയാണ്. എന്നാലും 18 മുതൽ 36 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് SSLC ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ്. പക്ഷേ ഒരു വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും SSLC ഉള്ളവരൊക്കെ ഈ പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ മറ്റൊരു
പ്രധാനപ്പെട്ട തസ്തികയാണ് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി. അപ്പോൾ സെയിൽസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു തസ്തികയിൽ നമുക്ക് പ്രധാനമായിട്ട് പാടാം ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ സെയിൽസ് അസിസ്റ്റൻറ്റ് 15,190 മുതൽ 30,190 വരെ സാലറി. വേക്കൻസി 3 ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18 മുതൽ 40 വരെ ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണം ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എനി യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഇൻ ഹിന്ദി അറ്റ്ലീസ്റ്റ് അപ് ടു +2 ലെവൽ. +2 ലെവൽ നിങ്ങൾ ജസ്റ്റ് ഹിന്ദി സബ്ജക്റ്റ് ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് സെയിൽസ് അസിസ്റ്റൻറ്റ്. അപ്പോൾ എന്തായാലും എനി ഡിഗ്രി ഉള്ളവർക്കും ഇംഗ്ലീഷിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ മറ്റൊരു തസ്തികയാണ് 350 ഫോർമാൻ. അപ്പോൾ ഈ ഫോർമാൻ തസ്തികയിലോട്ട് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് 11,540 മുതൽ 26,730 വരെയാണ് സാലറി. ഈ ഒരു തസ്തികയിൽ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഫോർമാൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമാൻ മേഖലയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വേക്കൻസിയാണ് ഈ ഒരു തസ്തികയിലും ഉള്ളൂ. പേര് കാര്യം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ മറ്റു പ്രധാനപ്പെട്ട തസ്തികയായിട്ടുള്ള ഓവർസിയർ ഗ്രേഡ്. അപ്പോൾ ഓവർസിയർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓവർസിയർ ഗ്രേഡ് 3 അത് ജനറലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ സ്റ്റേറ്റ് വൈഡിൽ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഈ ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. അപ്പോൾ അതിൻ്റെ സാലറി നോക്കാം. അതായത് 9,190 മുതൽ 15,180 വരെയാണ് സാലറി. 16 വേക്കൻസി ഉണ്ട്. അതേപോലെ ഏജ് ലിമിറ്റ് 12 മുതൽ 36 വരെയാണ്. അപ്പോൾ ജസ്റ്റ് BCom ഡിഗ്രി ഫ്രം UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ജസ്റ്റ് BCom ഡിഗ്രി ഉള്ളവർക്കും അതേപോലെ എനി അക്കൗണ്ടിങ് പാക്കേജ് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അത് ഡിഗ്രി മേഖലയിൽ BCom അതേപോലെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ്. ഇനി അതുപോലെ MCom ഉള്ളവർക്ക് കൂടുതൽ പരിഗണനയും ഈ പറയുന്ന തസ്തികയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലോവർ ഡിവിഷൻ അക്കൗണ്ടിനും BCom മാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പ്രധാനപ്പെട്ട തസ്തികയാണെന്ന് ഉറപ്പെടുത്താൻ. ഇത്തരം തസ്തികകളാണ് സ്റ്റേറ്റ് വൈഡ് ഉദ്യോഗാർത്ഥികൾ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികകൾ. ഇനി നമുക്ക് അതിൽ മറ്റു പ്രധാനപ്പെട്ട കാറ്റഗറി നോക്കാം. സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ, അതായത് SC വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. അപ്പോൾ പോലീസ് മേഖലയിൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ST വിഭാഗത്തിലുള്ളവർക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ സ്വാഭാവികമായിട്ട് ഫിസിക്കലി ഏബിൾ ആയിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. അപ്പോൾ ഓവർസിയർ കാറ്റഗറിയിൽ പ്രത്യേകമായിട്ട് SC അതേപോലെ ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് ഗ്രേഡ് ഓവർസിയർ. അപ്പോൾ സിവിൽ മേഖലയിൽ ഓവർസിയറിൽ എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 358 2024 തസ്തികയും അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഇനി സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് നോക്കാം. അതായത് വ്യത്യസ്തമായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഈ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണിത്. ഇനി അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ SCUC നാദർ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതേപോലെ ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അതിന് അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ മറ്റൊരു തസ്തികയാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അതേപോലെ ഇതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള തസ്തികയാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയാണ് വരുന്നത്. ഇനി അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ, മറ്റു വേക്കൻസി നോക്കാൻ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്. അതായത് ഇയവ തിയ ബില്ലവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സെക്യൂരിറ്റി ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റു പ്രധാനപ്പെട്ട തസ്തികളോട് നോക്കാം. അതായത് വെറ്റിനറി സർജൻ ഉണ്ട്. അതായത് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ഉണ്ട്. അതായത് ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി ST വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഇൻസ്ട്രക്ഷൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോൺസ് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് അതേപോലെ SEC ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർക്ക്. CSR അതേപോലെ CSR ടെക്നീഷ്യൻ ഈ പറയുന്ന ലാറ്റിൻ കത്തോലിക്കിലും അതേപോലെ അതർ ബാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് ഈ പറഞ്ഞ ഈ നോട്ട് ചെയ്യപ്പെട്ട ഏകദേശം 23 തസ്തികൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറൽ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 തസ്തികളോട് നോക്കാം. അതിൽ ഒന്നാമതായിട്ടുള്ളത് പ്രീ പ്രൈമറി ടീച്ചറാണ്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർ ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കാം. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 35,600 മുതൽ 75,400 വരെയാണ് ഇതിൻ്റെ സാലറി വരുന്നത്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസി ശ്രദ്ധിക്കുക. നിലവിൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയുള്ളവർക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. എന്നാൽ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. പ്രീ പ്രൈമറി ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC എക്സാമിനേഷൻ, അതായത് SSLC എക്സാം പാസ്സായിരിക്കും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സർട്ടിഫിക്കറ്റ് ഓഫ് സക്സസ്ഫുൾ കംപ്ലീഷൻ
examination of nursery training issued by the Kerala government or the former Travancore Cochin government or the former Travancore or Cochin government. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് NTTC, അതായത് ഇപ്പോൾ PPTC എന്ന് വിളിക്കുന്ന കോഴ്സ് നേരത്തെ NTTC എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് PPT തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പല ഉദ്യോഗാർത്ഥികളും പല മേഖലയും വിളിച്ചിരുന്നു. NTTC പ്രൈവറ്റായിരുന്നു കഴിഞ്ഞാൽ പക്ഷേ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ വാല്യൂ ഇല്ലാത്ത NTTC കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ PPT കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു. അപ്പോൾ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വിഭാഗത്തിൽ പാർട്ട് ടൈം വേക്കൻസി ഉണ്ട്. 4 ജില്ലയിലാണ് നിലവിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉറുദു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഈ പറയുന്ന തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കാം. അതായത് 26,500 മുതൽ 60,700 വരെ സാലറി ഉണ്ട്. മലപ്പുറത്ത് 2, കോഴിക്കോട് വയനാട് നിലവിൽ വേക്കൻസി ഇൻഫോം ചെയ്തിട്ടില്ല. അതുപോലെ കണ്ണൂർ 2 ഇത്തരത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറുദു ക്വാളിഫൈഡ് ആയിട്ടുള്ള 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഉറുദു ആണ് വേണ്ടത്. അതേപോലെ ഡിഗ്രി ഇൻ ഉറുദു ആൻഡ് BEd അല്ലെങ്കിൽ PT LT ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികയാണ് പാർട്ട് ടൈം ടീച്ചർ ഉറുദു. പിന്നെ അതേപോലെ വർക്ക് സൂപ്രണ്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് സൂപ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു തസ്തികയിൽ നിലവിൽ സാലറി 26,500 മുതൽ 60,700 വരെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി ഉള്ളത്. 2 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ജസ്റ്റ് പാസ് ഇൻ SLC ആണ്. അതേപോലെ സർവേയിങ് ലെവലിംഗ് ലോവർ KGT MGT ഈ പറയുന്ന KGT അല്ലെങ്കിൽ MGTയുടെ സർവേയിങ് ലെവലിംഗ് ലോവർ പാസ്സായിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന സൂപ്രണ്ട് തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറയുന്ന തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് മെട്രോൺ ഗ്രേഡ് 1 ഇത്രയും തസ്തികകളാണ് ജില്ലാ വൈസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകൾ. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് ജില്ലാ വൈസ് ഡയറക്റ്റ് NCA ഈ പറയുന്ന തസ്തികളോട് നോക്കാം. അതായത് പിന്നെ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വേക്കൻസി ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഇനി അതേപോലെ തന്നെ മലപ്പുറം ജില്ല, കൊല്ലം ജില്ല, തൃശ്ശൂർ ജില്ല. ഇനി അതേപോലെ തന്നെ നേഴ്സ് ഗ്രേഡ് ആയുർവേദ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊല്ലം ജില്ലയിൽ വേക്കൻസി ഉണ്ട്. അതുപോലെ നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴിക്കോട് ജില്ലയിൽ വേക്കൻസി ഉണ്ട്. ഡ്രൈവർ ഗ്രേഡ് 2 LDV ഡ്രൈവർ ഓഫീസ് അറ്റൻഡൻറ്റ് ഇതൊരു തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇനി അതേപോലെ തന്നെ എക്സ് സർവീസ്മെനിൽപ്പെട്ടവർക്ക് ഡ്രൈവർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതും ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് കോട്ടയം, തൃശ്ശൂർ, പാലക്കാട് ജില്ലയിലാണ്. ഇനി അവസാനമായിട്ട് ബോട്ട് കീപ്പർ അതായത് എക്സ് സർവീസ്മെന്മാർക്കാണ് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് കൊല്ലം ജില്ലയിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും തസ്തികയിലാണ് നിലവിൽ കേരള PSC വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം നവംബർ മാസത്തിലാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക December 4 വരെയാണ്. ഇപ്പോൾ നിലവിൽ ഇനിയും അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ SLC മുതൽ PPTC അതേപോലെ ഡിഗ്രി അതേപോലെ ഈ രീതിയിൽ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ. അപ്പോൾ ഓരോ തസ്തികയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള പരിശ്രമം നിങ്ങൾക്ക് ഈ ഒരു എക്സാം വരെയുള്ള സമയത്ത് നിങ്ങൾ നടത്തുക. അതിനുശേഷം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള ഒരു സർക്കാർ ജോലി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി എല്ലാ ഉദ്യോഗാർത്ഥികളും കഠിനമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലൊരു തസ്തികയിലിട്ട് എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓരോ മാസവും കേരള PSC വിളിക്കുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ്. Thank you for watching this video.